ഹായ് ഗൈസ്, വെൽക്കം ടു ഹാഫ് ലൈറ്റ്. ഇന്നിവിടെ വാഹന ഇൻഷുറൻസ് ക്ലെയിമിന്റെ സെക്കൻഡ് പാർട്ടാണ് എടുക്കുന്നത്. ഇതിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടാൽ മാത്രമേ ഇതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും മനസ്സിലാവുകയുള്ളൂ. അതിന്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. എത്ര ദിവസമായി, എത്ര ക്യാഷ് കിട്ടി എന്നൊക്കെ അറിയാനായി ഈ വീഡിയോ മുഴുവൻ കാണുക. ഷോറൂമിൽ നിന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ചക്കകം വാഹനം റെഡിയായി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എസ്റ്റിമേറ്റ് കൃത്യമായി അവർ പറഞ്ഞത് 14,000 ആയിരുന്നു. അവസാനമായി ഫൈനലായി വാഹനം കയ്യിൽ കിട്ടിയപ്പോൾ ഇൻവോയ്സ് എമൗണ്ട് 18,000 ആയി. 2-3 ബോഡി പാർട്സ് കൂടുതലായി അതിൽ മാറ്റിയതിന്റെ പേരിലായിരിക്കും 4,000 രൂപ അടുപ്പിച്ച് കൂടുതലായിട്ടുണ്ട്. ഇതിന്റെ പേയ്മെന്റ് പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായി ഇൻഷുറൻസ് ഓഫീസിനെ കമ്പനിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞത് ഷോറൂമിൽ അവർ ഡയറക്റ്റ് ആയിട്ട് പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യും, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ പേയ്മെന്റ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. നമ്മുടെ അക്കൗണ്ടിൽ തന്നെയാണ് വേണം എന്നുള്ളത് കൊണ്ട് അത് പ്രിഫർ ചെയ്തു. അപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിലുള്ളവർ പറഞ്ഞത് ഇങ്ങനെയാണ്, കമ്പനി ഷോറൂമിൽ നിന്നും ഈ ഇൻവോയ്സ് എമൗണ്ട് റിസീവ്ഡ് എന്നുള്ള റിസീപ്റ്റ് കിട്ടിയാൽ മാത്രം നമ്മുടെ അക്കൗണ്ടിൽ അവര് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറഞ്ഞു ക്യാഷ്. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഷോറൂമിൽ തന്നെ അവര് അയക്കും, ക്യാഷ് അയക്കും. അവരുടെ ബാങ്ക് ഡീറ്റെയിൽസും എല്ലാം കൊടുത്താൽ മതിയാകും എന്നാണ് പറഞ്ഞത്. നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ നമ്മൾ പ്രിഫർ ചെയ്തപ്പോൾ അതിന്റെ ബിൽ റിസീവ്ഡ് ആയിട്ടുള്ള റിസീപ്റ്റ് കൊണ്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞത് ഇതിന്റെ പ്രോസസ്സിംഗ് എന്തായാലും ഒരാഴ്ച അല്ലെങ്കിൽ 1-2 ആഴ്ച അടുപ്പിച്ച് ആകും എന്നുള്ളതാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ എനിക്ക് ഇതിന്റെ ഒരു 50% എനിക്ക് ലഭിച്ചു. പിന്നെ അതുമല്ല, അതിന്റെ ദിവസം കൃത്യമായി ഡേയ്സ് എണ്ണുകയാണെങ്കിൽ ഒരാഴ്ച വണ്ടി കൃത്യമായിട്ടും പണി ചെയ്യാൻ എടുത്തു. ഒരാഴ്ച ഇതിന്റെ പ്രോസസ്സിങ്ങിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനിയിൽ പോയിട്ടുണ്ടായിരുന്നു. അതല്ല, അതിനുശേഷം ഒരാഴ്ച ഇതിന്റെ പേയ്മെന്റ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ കൃത്യമായി പറയുകയാണെങ്കിൽ 3 ആഴ്ച കൃത്യമായിട്ടും എടുത്തിട്ടുണ്ട്. ഇതിന്റെ 50% എനിക്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. പിന്നെ അതുമല്ല, ഒരു 1-2-3 പ്രാവശ്യം ഷോറൂമിലും ഇൻഷുറൻസ് കമ്പനിയിലും ആയിട്ട് പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഷോറൂമുമായിട്ട് ലിങ്ക് ഇല്ലാത്തതിന്റെ പേരിൽ, ഇൻഷുറൻസ് കമ്പനിയുമായി ഷോറൂമിന് ലിങ്ക് ഇല്ലാത്തതിന്റെ പേരിലാണ് 1-2 പ്രാവശ്യം അവിടെ ക്ലാരിഫിക്കേഷൻ കൊടുക്കാനും ഇവിടെ ക്ലാരിഫിക്കേഷൻ കൊടുക്കാനും പോയിട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്കിപ്പോ ഇൻഷുറൻസ് ക്ലെയിം ലഭിച്ചിരിക്കുകയാണ്. 50% ആണ് കിട്ടിയത്. 3 ആഴ്ച എടുത്തിട്ടുണ്ട്. വണ്ടി ഫൈബറിനൊരു റേറ്റ് ആണ്, അല്ലാതെ അതിന്റെ മെറ്റൽ പീസിനൊരു റേറ്റ് ആണ്. അങ്ങനെ എന്റെ വണ്ടി ഡിഒ ആയതിന്റെ പേരിൽ ഒരുപാട് എല്ലാ ബോഡി പാർട്സും, ഒട്ടുമിക്ക ബോഡി പാർട്സും ഫൈബർ ആയതിന്റെ പേരിൽ എനിക്ക് 50% കിട്ടിയിട്ടുണ്ട്. അതിന്റെ മെറ്റലിന്റെ കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. 18,000 ആയിരുന്നു ചെലവായത്. ഇതിന് അവസാനമായി ഒരു ട്രാൻസാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു അഡ്വക്കേറ്റ് നമ്മളെ സമീപിക്കേണ്ടായി. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി, എവിടെ വെച്ച് നടന്നു, എങ്ങനെ നടന്നു, എപ്പോൾ നടന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിനൊരു സത്യവാങ്മൂലം എഴുതി കൊടുക്കുകയുണ്ടായി. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു വെരിഫിക്കേഷൻ ലെറ്റർ അവിടെ കൊടുത്തതിന് ശേഷം മാത്രമേ എനിക്ക് ട്രാൻസാക്ഷൻ ആയിട്ടുള്ളൂ. ആ ക്യാഷ് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇത്ര ഡിലേ ആയതിന്റെ കാരണം ഷോറൂമുമായി ഇൻഷുറൻസ് കമ്പനിക്ക് ലിങ്ക് ഇല്ലാത്തതിന്റെ പേരിലാണ്. കൂടുതലായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ്, ഷോറൂമുമായി ലിങ്കുള്ള ഇൻഷുറൻസ് കമ്പനിയെ തന്നെ നമ്മൾ പ്രിഫർ ചെയ്യുക. അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കോംപ്ലിക്കേഷൻസ് ഇച്ചിരി ഉണ്ടാകും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അവർ ചാനൽ ഹാഫ് ലൈഫ് മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും.